തമിഴ്നാട്ടിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ചേരൻ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ചേരൻ എക്സ്പ്രസ്സിലാണ് ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള, ഞാൻ എപ്പോഴും വരുന്ന ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ്. കപാലീശ്വര ക്ഷേത്രം എന്നാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര്. ഞാൻ മിക്കവാറും ചെന്നൈ വരുമ്പോൾ ഇവിടെ വരാതെ പോകത്തില്ല. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെന്നൈയിൽ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ കൂടുതലും വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ കപാലീശ്വര ക്ഷേത്രം. ശിവക്ഷേത്രമാണ്. പണ്ട് മുതൽക്കേ ഉള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. നല്ല പോസിറ്റീവ് വൈബ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടം. എപ്പോഴും ഇവിടെ വരുന്നതാണ്. ഇത് നേരത്തെ തുറക്കും, 4 മണിയൊക്കെ ആകുമ്പോൾ തുറക്കും ഈ അമ്പലം. ഇന്നാ നമുക്ക് മൊബൈൽ കൊണ്ടുപോകാം, ഫോട്ടോ എടുക്കാം, ലഗേജ് കൊണ്ടുപോകും. ഈ ബാഗ് വയ്ക്കാൻ സ്ഥലമില്ല ഇവിടെ. ബാഗ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇനി എവിടെ കൊണ്ടുപോയിക്കും ബാഗ് എനിക്കറിയത്തില്ല. ഒരു പ്രശ്നമില്ല, അകത്ത് കൊണ്ടുപോകുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഫോട്ടോ ഒക്കെ എടുക്കാം. അമ്പലത്തിൽ കുറേ നേരം വെറുതെ ഇരുന്നതിന് ശേഷം നമ്മളിവിടെ ഭാരതി ബസ് എന്ന് പറയുന്നൊരു കടയുണ്ട്. അവിടെ കഴിക്കാൻ വന്നിരിക്കും ഡിന്നർ. നല്ല അടിപൊളി ഫുഡ് ഉണ്ട് ഇവിടെ കപാലീശ്വര അമ്പലത്തിന് അടുത്തായിട്ട്. ഇവിടെ മെയിനായിട്ട് ഗീ തട്ടിയിഡ്ലി ആയിട്ടോ. നമ്മൾ ദോശ കഴിക്കാനാണ് ഇരിക്കുന്നത്. ഇഡ്ഡലി കഴിക്കാനുള്ള ആമ്പിയറില്ല, ഹെവി ആയിട്ട്. തമിഴ്നാട്ടിൽ വന്നാൽ പിന്നെ ദോശ ഐറ്റംസ്, ഇഡ്ഡലി ഐറ്റംസ് ഒക്കെ മസ്റ്റാണ്. അത് ആരായാലും കഴിക്കും. അമ്മാതിരി ടേസ്റ്റാണ് കേട്ടോ. ഈ നെയ് റോസ്റ്റിനൂടെ നല്ല നെയ്യിൻ്റെ മണമുണ്ട്. ഈ അടിപൊളി സാമ്പാറും പിന്നെ ഇവരുടെ കുറേ ചമ്മന്തി ഉണ്ട്. ആ ചമ്മന്തി എല്ലാം കൂടെ മുക്കി കഴിക്കണം. നല്ല മൊരിഞ്ഞ നെയ് റോസ്റ്റും ഇവരുടെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടം. സാമ്പാറും ചമ്മന്തി, 2 തരം ചമ്മന്തി മുക്കി ഇങ്ങനെ കഴിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കടല ദോശ. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ മൈലാപ്പൂരിനടുത്തുള്ള തിരുമൈലൈ എന്ന് പറഞ്ഞൊരു MRTS സ്റ്റേഷനിലാണ്. ഈ MRTS എന്ന് പറഞ്ഞാൽ ചെന്നൈ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേര്. ലോക്കൽ ട്രെയിനിൻ്റെ ഒരു സംഭവം തന്നെയാണ്. വേലച്ചേരുന്ന സ്ഥലത്ത് തന്നെ ചെന്നൈ ബീച്ച് വരെയാണ് ഈ ഒരു ലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചെന്നൈ ലോക്കൽ ട്രെയിനാണ് ഇവിടെ ഓടുന്നത്. വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ലോക്കൽ ട്രെയിന് നമ്മൾ ചെന്നൈ പാർക്ക് ടൗണിൽ പോവാണ്. ചെന്നൈ സെൻട്രലിന് അടുത്തുള്ളൊരു സ്റ്റേഷനാണ് ചെന്നൈ പാർക്ക് ടൗൺ. ജസ്റ്റ് നടക്കാൻ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അവിടം വരെ ഏകദേശം 15-20 മിനിറ്റ് യാത്രയേ ഉള്ളൂ. 5 രൂപയുള്ളൂ കേട്ടോ. ഒരു 5 രൂപയ്ക്ക് നമുക്ക് അവിടം വരെ പോകാം. എന്ത് ചീപ്പല്ലേ. നമ്മൾ ഓട്ടോ വരെ പിടിച്ച് പോകണമെങ്കിൽ ഒരു 100-200 രൂപ കൊടുക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ MRTS ലോക്കൽ ട്രെയിൻ. സാധാരണ ലോക്കൽ ട്രെയിൻ തന്നെ കേട്ടോ. ഫ്രണ്ടിൽ നല്ല അടിപൊളി ഡിസൈനൊക്കെ ഉണ്ട്, നൈസ് കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മളെ ചെന്നൈ പാർക്ക് ടൗണിൽ പോകുന്ന വണ്ടി. നമ്മൾ കയറിയിരിക്കുന്ന ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ശബ്ദമാണ് ഇവിടെ. ഇത് ലോക്കൽ ട്രെയിൻ തന്നെ കേട്ടോ, വേറെ ഒരു വ്യത്യാസവും ഇല്ല, സെയിം സാധനം തന്നെ. നമ്മളിപ്പോൾ ചെപ്പൂക്ക് സ്റ്റേഷനിലാണ്. ഇവിടെ ലെഫ്റ്റിലായിട്ട് നമ്മുടെ MA ചിദംബരം സ്റ്റേഡിയം കാണാം. അതായത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ട്. എൻ്റെ തലയുടെ വലിയൊരു ബോർഡ് കണ്ടോ, അടിപൊളി. ഞാനൊക്കെ തല ഫാനാണ് കേട്ടോ, തല ഫാൻ. അപ്പോൾ ഇതാണ് ചെന്നൈ പാർക്ക് ടൗൺ സ്റ്റേഷൻ കേട്ടോ. കുറച്ച് നാൾ വരെ ഇങ്ങോട്ടൊന്നും വണ്ടി എടുത്തില്ലായിരുന്നു. ചിന്താതിരിപ്പേട്ട് വരെയായിരുന്നു ഈ ഒരു MRTS ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കുറച്ച് കാലത്തേക്ക് എന്തോ ടെർമിനേറ്റ് ചെയ്തെന്തോ വർക്ക് കാരണം. ഇപ്പോൾ ചെന്നൈ ബീച്ച് വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒരു FOB കയറി അപ്പുറത്തിറങ്ങിയ സെൻട്രലായി. ത്രിവർണ്ണ പതാകയുടെ ലൈറ്റാന്ന് തോന്നുന്നു ചെന്നൈ സെൻട്രൽ ബിൽഡിങ്ങിൽ കാണുന്നത്. നമ്മളങ്ങനെ സെൻട്രലിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അകത്തേക്ക് കയറാം. മനോഹരമായ MGR ചെന്നൈ സെൻട്രൽ നമ്മുടെ അകത്ത് കയറി. നമ്മുടെ ചേരൻ എക്സ്പ്രസ് 10 മണിക്കാണ്. അത് ഏത് പ്ലാറ്റ്ഫോമിലാണെന്നൊന്നും അറിയത്തില്ല, പ്ലാറ്റ്ഫോമൊന്നും ആയി കാണത്തില്ല. ഇനിയുണ്ട് ഒരു 2-2.5 മണിക്കൂറുണ്ട് ഇനി. നമ്മുടെ ചേരൻ എക്സ്പ്രസിൻ്റെ റേക്ക് ഇപ്പോഴേ ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഈ റേക്ക് രാവിലെ വരുന്ന തിരുവനന്തപുരം ചെന്നൈ മെയിലിലെ റേക്കാണ് കേട്ടോ. തിരുവനന്തപുരം ചെന്നൈ മെയിലും ചേരൻ എക്സ്പ്രസും റേക്ക് ഷെയറിംഗ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചേരൻ എക്സ്പ്രസിൻ്റെ റേക്ക്. ഇപ്പോഴേ വന്ന് കിടപ്പുണ്ട്. വണ്ടി ഒന്നും തുറന്നിട്ടൊന്നുമില്ല. വേണ്ട, ചേരൻ എക്സ്പ്രസ് കോയമ്പത്തൂർ MGR ചെന്നൈ സെൻട്രൽ. നമ്മൾ യാത്ര ചെയ്യുന്നത് ചേരൻ എക്സ്പ്രസിന്റെ സ്ലീപ്പറിലാണ് കേട്ടോ. സ്ലീപ്പർ ഏറ്റവും മുന്നിൽ എത്തണ S5 ഏറ്റവും ഫ്രണ്ടിൽ, ബാക്കിൽ AC വരുന്നത്. ചെന്നൈ മെയിലായിട്ട് ഓടുന്ന വണ്ടിയാണ്. ഇതിന് ഫസ്റ്റ് AC ഉണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് മലയാളം നെയിം ബോർഡ് ഉണ്ട്, കാരണം ചെന്നൈ മെയിലായിട്ട് ഓടുന്നതല്ലേ. കോയമ്പത്തൂർ MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ. അപ്പോൾ ഇതിന്റെ റേറ്റ് ഷെയറിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് ആദ്യം കോയമ്പത്തൂരിന്ന് വിടും, കാരണം ഇത് സേലം ഡിവിഷന്റെ വണ്ടിയാണ്. കോയമ്പത്തൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. കോയമ്പത്തൂരിന് MGR ചെന്നൈ സെൻട്രലിലേക്ക് ചേരൻ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് ട്രിവാൻഡ്രം സെൻട്രലിലേക്ക് മെയിലായിട്ട് പോകും. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ചെന്നൈയിലേക്ക് വീണ്ടും മെയിലായിട്ട് വരും. എന്നിട്ട് റിട്ടേൺ ബാക്ക് ടു കോയമ്പത്തൂർ. ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് നമ്മളിപ്പോൾ പോകുന്ന പോലെ ചേരൻ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഈ ചേരൻ സൂപ്പർ ഫാസ്റ്റിന് ശരിക്കും 7 AC കോച്ചേ ഉള്ളൂ കേട്ടോ. അതായത് 5 3 ടയർ, ഒരു സെക്കൻഡ് AC, ഒരു ഫസ്റ്റ് AC. ബാക്കിയെല്ലാം സ്ലീപ്പറാണ്. ജനറൽ ഒഴിച്ച് ബാക്കിയെല്ലാം സ്ലീപ്പറാണ് കേട്ടോ. സ്ലീപ്പർ കൂടുതലുള്ളൊരു വണ്ടിയാണ് ഈ ചേരൻ സൂപ്പർ ഫാസ്റ്റ് മെയിലും. ഈ കോച്ചിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. കോയമ്പത്തൂർ പോകുന്നത് ഇതുകൊണ്ട് ഈ ഒരു സ്ലീപ്പറിലാണ്. S5-ലാണ് എൻ്റെ കോച്ചുള്ളത്. എൻ്റെ ബർത്ത് ഈ ബർത്താ, സൈഡ് ഡോറിൻ്റെ അറ്റത്തുള്ള ബർത്ത്. എന്തോ പറയാനാ, ഒന്നും പറയാനില്ല. 2017 മേടൊരു കോച്ചാണ് കേട്ടോ, S5. നമ്മുടെ ചേരൻ എക്സ്പ്രസിൻ്റെ ലോക്കോ ഒക്കെ അവിടെ പിടിപ്പിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ലോക്കോ നോക്കട്ടെ ഏതാന്ന് പോയിട്ട്. മുന്നിലും ബാക്കിലും 2 ജനറൽ വീതമുണ്ട് നമ്മുടെ ചേരൻ സൂപ്പർ ഫാസ്റ്റിന്. മെയിനിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ ലോക്കോ ഈറോഡ് ഷെഡിൻ്റെ ഒരു WP7 ലോക്കോ ആണ്. 37,292 എന്നാണ് ഈ ലോക്കോയുടെ നമ്പർ. അപ്പോൾ ഇവനാണ് നമ്മളെ കോയമ്പത്തൂർ വരെ എത്തിക്കുന്നത്. ഈ ഈറോഡ് ഷെഡിൻ്റെ ലോക്കോ അല്ല ഇതേപോലെ കരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. എന്തോ ഒരു കാണാൻ ഒരു ഭംഗിയില്ല, പക്ഷേ ഭംഗിയിൽ കാര്യമില്ല. ജാതി പവറല്ലേ, പവറും സ്പീഡും ഒന്നും പറയണ്ടല്ലേ. പുലിയാണ് ഈ ഐറ്റം WP7. സാധാരണ ഇവിടെ വണ്ടികൾക്കൊക്കെ ലോക്കോ ഒക്കെ കൊണ്ട് അറ്റാച്ച് ചെയ്യുന്നത് വണ്ടി വിടുന്നതിന് 10 മിനിറ്റ് മുമ്പ്. പക്ഷേ ഇവിടെ 1.5 മണിക്കൂർ മുമ്പേ ലോക്കോ അറ്റാച്ച് ചെയ്തതിന് സെറ്റായി. അടുത്തൊരു ഓവർനൈറ്റ് വണ്ടിയാണ് കിടക്കുന്നത്. ഇത് ചെന്നൈയിൽ നിന്ന് മൈസൂരു പോകുന്ന കാവേരി എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. അത് ഒരു P7 ലാലാഗുഡയുടെ, അത് ICF. ഏതോ ഒരു പുള്ളി വന്ന് കോച്ച് തുറന്നു, പക്ഷേ കറണ്ട് ഒന്നും ഓണാക്കിയിട്ടില്ല. ഫുള്ള് ഇരുട്ടാണ്. നമ്മുടെ കോച്ച് ഉണ്ട്, ഇതാണ് S5. ഇതിലേറ്റവും അറ്റത്ത് അങ്ങേയറ്റത്തുണ്ട് ഇവിടെ ആണ് നമ്മുടെ സീറ്റ്. കണ്ട എൻ്റെ ദൈവമേ, എങ്ങനെ ഉറങ്ങുമോ എന്തോ എനിക്കറിയാൻ പാടില്ല. ഈ ഡോറിൻ്റെ അടുത്ത് കിട്ടുന്നതൊക്കെ ഭയങ്കര മോശം പരിപാടിയാണ്. എന്തോ പറയാൻ, അത് ഈ ചെറുപ്പക്കാർക്ക് അങ്ങനെ കിട്ടുന്നത്. നമ്മുടെ കോച്ചിലെ കറണ്ട് ഓണാക്കി. നല്ല അടിപൊളി കോച്ചാണ് കേട്ടോ, നല്ല കിടു മെയിൻറ്റെയിൻഡ് കോച്ച്. എന്താ ഈ വെട്ടത്ത് എങ്ങനെ കിടന്നുറങ്ങുമോ എന്തോ എനിക്കറിയാൻ പാടില്ല. ഇതിലെല്ലാവരും N20 യാത്രക്കാരാണ് കേട്ടോ. ഞാൻ എന്തായാലും തമിഴ്നാട് എക്സ്പ്രസ്സിൽ പറഞ്ഞ പോലെ തന്നെ 95% ആൾക്കാരും കോയമ്പത്തൂർ വരെയാണ്. ചിലർ മാത്രമേ ഉള്ളൂ തിരുപ്പൂർ വരെ. ഈ വണ്ടി പിന്നെ പകൽ വെളിച്ചം കാണത്തില്ല, ഫുള്ള് നൈറ്റിലാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് കോയമ്പത്തൂർ എത്തുകയും ചെയ്യും. 6 മണിക്ക് മുന്നേ എത്തും ഇത് വണ്ടി. 6:30 ടൈം അതിന് മുമ്പ് എത്തും. അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവരും കയറി കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ. ആ കിടക്കുന്നത് ഒരു ചെന്നൈ കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റ് വീക്ക്ലി വണ്ടിയാണേ. അത് മറ്റേ കൊങ്കു എക്സ്പ്രസ് എന്ന വണ്ടിയാണ് കോയമ്പത്തൂർ നിസാമുദ്ദീൻ പോകുന്നത്. ആ വണ്ടിയുടെ റൈറ്റ് ഷെയറിങ്ങിൽ ഓടുന്ന ഒരു വീക്ക്ലി വണ്ടിയാണ് ചെന്നൈക്ക്. അതിപ്പം നമ്മുടെ ചേരൻ്റെ ബാക്കിൽ ആ വണ്ടി എടുക്കും. നമ്മൾ ഒരു തവണ ആ വണ്ടിക്ക് പോയിട്ടുണ്ട്. മറ്റേ കോറമണ്ടലിൽ വരെ ചെന്നൈ ഇറങ്ങിയിട്ട് തിരിച്ച് ഈ വണ്ടിക്കാണ് കോയമ്പത്തൂർ പോയത്. ഈ ഡോറിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു മനുഷ്യന്മാരെ എല്ലാവർക്കും ഒന്നും വെട്ടമടിച്ചതെന്ന് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. അതും കൂടെ റെയിൽവേ മനസ്സിലാക്കണം. അതിപ്പോൾ എനിക്ക് വെട്ടമടിച്ച് ഉറങ്ങാൻ പറ്റത്തില്ല. എന്നെപ്പോൾ തന്നെ പല ആൾക്കാരും ഉണ്ട്. അത് വെട്ടം മാത്രമല്ല, മറ്റേ ബാത്റൂമിൻ്റെ സ്മെല്ലും ഉണ്ട്. സമ്മതിക്കണം, ഈ ഡോറിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർ സ്ലീപ്പറിന്. കൃത്യം 10 മണി, ഷാർപ്പ് 10 മണിയായപ്പോഴത്തേന് നമ്മുടെ ചേരൻ സൂപ്പർ ഫാസ്റ്റ് ചെന്നൈ സെൻട്രലിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിന് സ്റ്റോപ്പൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ ആരക്കോണം, കാട്ട്പാടി, ജോളാർപേട്ട, സേലം, ഈറോഡ്, തിരുപ്പൂര്, കോയമ്പത്തൂർ നോർത്ത്, ഇത്രേ ഉള്ളൂ സ്റ്റോപ്പ് ചെയ്യുന്നത്. ജെറ്റ് പോലെ ഈ വണ്ടി പോകുന്നത്. നല്ല കീട്ടിലും വണ്ടിയാണിത്. 12673 എന്നാണ് ഈ ഒരു വണ്ടിയുടെ നമ്പർ. സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയാണ്. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ 130 ആണ് സ്പീഡ്. ഒന്നും പറയണ്ടല്ലേ, കടകടകടാന്ന് പറഞ്ഞുകൊണ്ട് അടിച്ച് പിന്നിച്ച് പോകാൻ രാത്രിയിൽ. അപ്പുറത്ത് കിടക്കുന്ന കർണാടക എക്സ്പ്രസിൻ്റെ റേറ്റ് ഷെയറിംഗ് ആയിട്ടുള്ള ചെന്നൈ ബംഗളൂരു മെയിലാണ് കേട്ടോ. കർണാടക എക്സ്പ്രസിൻ്റെ റേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ചെന്നൈ ബാംഗ്ലൂരു മെയിൽ അവർ ഓടിക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലോക്ക് പൈലറ്റുമാരെ വണ്ടി എടുത്തിട്ട് ശക്കലം അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് വണ്ടി നിർത്തും, എന്നിട്ട് ഒന്നുകൂടെ എടുക്കും. അതെന്തിനാണെന്നറിയോ? ബ്രേക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, അല്ലാണ്ട് ചെയിൻ വലിക്കുന്നൊന്നുമല്ലേ. ബ്രേക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി അവരൊന്ന് നിർത്തി നോക്കുന്നതാണ്. കോയിൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മൾ പുറപ്പെടാൻ നേരത്ത് ഇതിൻ്റെ അപ്പുറത്തോടെ നമ്മൾ രാവിലെ വന്ന തമിഴ്നാട് എക്സ്പ്രസ് പുറപ്പെടുന്നുണ്ട്. തമിഴ്നാട് എക്സ്പ്രസ് ഇവിടെ നിന്ന് ഡൽഹിക്ക് പോവുകയാണ്. നമ്മൾ വന്ന സെയിം ബ്രേക്ക് കേട്ടോ. കണ്ടോ, ആ സെയിം കോച്ച് കണ്ടോ, സെയിം കോച്ചും സെയിം ബ്രേക്കും. കഴിഞ്ഞ വീഡിയോ കണ്ടുള്ളവർക്ക് മനസ്സിലാവും. തമിഴ്നാട് എക്സ്പ്രസും ചേരൻ എക്സ്പ്രസും കൂടെ ഒരുമിച്ചാണ് പുറപ്പെടുന്നത്. ഈ വണ്ടിക്ക് ഇനി ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ വിജയവാഡയിലെ സ്റ്റോപ്പുള്ളൂ. അതുകൊണ്ട് ഏതോ ഒരു വന്ദേ ഭാരത് കയറി വരുന്നുണ്ട്. ഏത് ഇത് വിജയവാഡ ചെന്നൈ വന്ദേ ഭാരത് കേട്ടോ. എന്നൊരു കിടിലൻ WP7 ലോക്കോ ആണ് തമിഴ്നാട് എക്സ്പ്രസിനെ വഹിക്കുന്നത്. നമ്മളതിനെ ഓട്ടേക്ക് എടുത്തു കേട്ടോ. ഓട്ടേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, അത് വേറെ വേസ്റ്റ് ബ്രിഡ്ജിൽ തിരിഞ്ഞ് റൈറ്റ് ചെയ്യുന്നല്ലേ പോകുന്നത്. എത്ര വണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടെല്ലാം പോകുന്നേ. രണ്ട് ഒരെണ്ണം ഇങ്ങോട്ട് വരുന്നു. ഇത് ഏത് വണ്ടിയാണോ എന്തോ. രക്തിസാഗർ വേണ്ട
അതായത് നമ്മുടെ തിരുവനന്തപുരം പോകുന്ന രപ്തിസാഗർ, ഗോരഖ്പൂർ തിരുവനന്തപുരം രപ്തിസാഗർ, ആ റിവേഴ്സലിന് വേണ്ടി ഇവിടെ വരിക. നമ്മൾ നാളെ രാവിലെ നോക്കട്ടെ, ഈ വണ്ടി ഓൺ ടൈം വരുവാണെങ്കിൽ ഇതിന് കയറി നമുക്ക് എറണാകുളം പോകാം, അല്ലെങ്കിൽ ശബരിക്ക് പോകാം. അടുത്ത വണ്ടി ഇത് എന്തോന്നിത്, മേളമാണല്ലോ, മേളം. ട്രൈ കളർ ലിവറി ഉള്ളൊരു വണ്ടി, ലോക്കോ. ഇത് ഏതാണ്ട് ഇത് സപ്തഗിരി എക്സ്പ്രസ് ആയത് കേട്ടോ, തിരുപ്പതിയിൽ നിന്ന് ചെന്നൈ വരെ വരുന്ന സപ്തഗിരി എക്സ്പ്രസ്, അതാണ് ഇവിടെ കിടക്കുന്നത്. വണ്ടി വിട്ട ഉടനെ തന്നെ 130 കത്തിക്കാൻ തുടങ്ങി കേട്ടോ. എന്നെ ഭയങ്കര സ്മൂത്താണ് ഈ ഒരു ഭാഗത്ത് 130 പോകുമ്പോൾ. സ്ലീപ്പറിൽ അറിയത്തും കൂടി ഇല്ല, ഭയങ്കര സ്മൂത്താണ്. മദ്രാസ് മേലൊക്കെ പോകുമ്പോൾ അറിയാൻ പറ്റും ശരിക്കും. നമ്മൾ ഈ പോകുന്ന ഈ ചേരൻ എക്സ്പ്രസ് പണ്ട് ഡേ ടൈമിന് ഓടിക്കൊണ്ടിരുന്നത്, അതായത് മറ്റേ കോവൈ എക്സ്പ്രസിന് പെയറായിട്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. പിന്നെ ഈ വണ്ടി രാത്രിയിൽ മാത്രമായിട്ടാക്കി. എന്നിട്ട് പഴയ ചേരൻ എക്സ്പ്രസിന്റെ ടൈം ടേബിളാണ് ഇപ്പോൾ കോയമ്പത്തൂർ ചെന്നൈ ഇന്റർസിറ്റി ഓടിക്കുന്നത്. പണ്ട് ഇത് ഡേ വണ്ടിയായിരുന്നു, പിന്നെയാണ് നൈറ്റ് ആക്കിയത്. നമ്മുടെ ചേരന്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ് ആരക്കോണം ജംഗ്ഷൻ കേട്ടോ. ഇത് ആൾക്കാരൊന്നും കയറാനൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല ഈ വണ്ടി എൻ ടു എൻഡ് ആണ്. ആൾക്കാർ ചെന്നൈയിൽ കയറിയ കോയമ്പത്തൂർ ഇറങ്ങത്തുള്ളൂ. ജീറ്റല് പോകുന്നു, ജീറ്റല് പോകുന്നുണ്ട്. ഇന്നത്തെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് ലോക്കലെല്ലാം ഇവിടെ ഹോൾട്ട് ചെയ്തേക്കും കേട്ടോ. ഒരു പ്ലാറ്റ്ഫോമിൽ 2 ലോക്കൽ വീതം കേട്ടോ, കൊള്ളാം. ഇങ്ങനെ നമ്മൾ ആരക്കോണത്തൊന്ന് വിട്ടിരിക്കുകയാണ്. ആരും ഇല്ല ഇവിടെ കേട്ടോ, ഇവിടെ നിന്ന് ആരും കയറാനൊന്നുമില്ല. അങ്ങനെ ഞാനിപ്പോൾ സ്ലീപ്പ് ചെയ്യട്ടെ. രാവിലെ ഒരു 5:30 റേഞ്ചിലെത്തൂല എന്തായാലും, 5:30 5:45 മാക്സിമം 6 മണി അതിനുള്ളിൽ കോയമ്പത്തൂർ എത്തും. ഇപ്പം എന്തായാലും ഉറക്കമൊക്കെ കണക്കായിരിക്കും. എപ്പോഴും ഉറക്കം എണീക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാം. ഇങ്ങനെ ഉറങ്ങാൻ എന്തോ അടിച്ചോ നോക്ക്. 3:30 തൊട്ട് എണീറ്റിരിക്കുക. 3:30 ആയപ്പോൾ ഈറോടാവാറായതാ. പിന്നെ ഇങ്ങനെ കിടക്കുക, തിരിഞ്ഞും പറഞ്ഞും കിടക്കുക, ഉറക്കം വരുന്നില്ല. ഇപ്പോൾ കണ്ട് തിരുപ്പൂരാവുന്നു. ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ശബരിക്ക് കറണ്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു, AC എടുത്തു, അതിൽ 3rd AC. അവസാനത്തെ സ്റ്റോപ്പ് നമ്മളെത്തി, കോയമ്പത്തൂർ നോർത്ത്. അപ്പോൾ ഇവിടെ കുറേ നേരം ഇറങ്ങാം. ഇത് കഴിഞ്ഞാൽ പിന്നെ കോയമ്പത്തൂർ ജംഗ്ഷൻ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അത് ആൾക്കാർക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഇവിടെ കോയമ്പത്തൂർ നോർത്തിന് സ്റ്റോപ്പ് കൊടുത്തേക്കുന്നത്. ഇത് ചെന്നൈയിൽ നിന്ന് മേട്ടുപ്പാളയം പോലെ നീലഗിരി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇത് കോയമ്പത്തൂരുണ്ട്, അവിടെ നിന്ന് ലോക്കോ റിവേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് മേട്ടുപ്പാളത്തേക്ക് പോവാ. ഈ ഊട്ടി കറങ്ങാൻ പോകുന്നവർക്കുള്ള ബെസ്റ്റ് വണ്ടിയാണ് ഈ നീലഗിരി എക്സ്പ്രസ് കേട്ടോ. ഇത് വെളുപ്പിന് മേട്ടുപ്പാളയം എത്തില്ല, ഊട്ടി ട്രെയിൻ പിടിക്കാനുള്ളൊരു കണക്ഷൻ കൂടാണ് ഈ വണ്ടി. ബാംഗ്ലൂർ പോകുന്ന ഉദയ എക്സ്പ്രസ് ഉണ്ട്. ഈ ഉദയ എക്സ്പ്രസ് ആണ് ഉച്ച കഴിഞ്ഞിട്ട് ഡബിൾ ഡക്കറായിട്ട് ചെന്നൈ പോകുന്നത്. ചെന്നൈ ഇന്റർസിറ്റി ആയിട്ടോ, അതായത് പണ്ടത്തെ ചേരൻ്റെ ടൈം ടേബിളിൽ ഓടുന്ന വണ്ടി.
നമ്മൾ വന്ന ചേരന് അവരുടെ അടുത്ത് യാർഡിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിന് മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ മെയിൻ്റനൻസ് ചെയ്തിട്ട് വൈകിട്ട് തിരിച്ച് ചെന്നൈക്ക് ചേരനായിട്ട് പോകും. എന്നിട്ട് മെയിലായിട്ട് ട്രിവാൻഡ്രം വരും. അങ്ങനെയാണ് ഇത് പരിപാടി. ആ ഒരു പയ്യൻ ചെയ്യുന്നത് കണ്ടോ? ഞാൻ എന്താ ചെയ്യുന്നതിന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിന് വളം വെച്ച് കൊടുക്കുന്ന അവരുടെ അപ്പനമ്മയും വേണം പറയാൻ. എന്തോ പറയാനാണ് നോക്കുക ഓരോ ഇടപാട്. മൂത്രം ഒഴിക്കാതെ തന്നെ അപ്പുറത്ത് ട്രെയിൻ കിടപ്പുണ്ട്, അതിനകത്ത് ഒരു മൂത്രം ഒഴിക്കുന്നത്. ആ പരിപാടി ചെയ്യത്തില്ല. ഇത് ഇവരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ റെയിൽവേ സ്റ്റേഷനും അത് ഇതൊക്കെ നശിപ്പിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ശബരിമല സീസണിലെ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ പോയാൽ സ്ഥിരമായിട്ട് കാണാൻ പറ്റും ഈ അയ്യപ്പന്മാര് ട്രാക്കിൽ ഇറങ്ങി കാര്യം സാധിക്കുന്നതൊക്കെ ചെങ്ങന്നൂരുള്ളവർക്ക് അറിയാമല്ലോ. ഇവർ ട്രെയിൻ കയറാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ ഇവർക്ക് കാര്യം സാധിക്കണം എന്ന് തോന്നിയാലേ പോയി കാര്യം സാധിക്കും. സ്ഥിരം കാണുന്നതാണ്. ഞാൻ ചെങ്ങന്നൂർ ഉണ്ടായിരുന്നതല്ലേ, പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഇവര് പണ്ട് കാര്യമില്ല, അതെങ്ങനത്തെ ടൈപ്പാണ്. ഇവിടെ കോയമ്പത്തൂര് ഷണ്ടിങ് നടത്തുന്ന ഒരാൾക്കാണ് ഈ കാണുന്നത് കേട്ടോ, ഗോൾഡൻ റോക്കിന്റെ അപ്പുറത്തായിട്ട് മംഗലാപുരത്ത് നിന്ന് സന്ദ്രാഗച്ചി പോകുന്ന ഒരു വീക്കിലി വണ്ടിയാണ് വരുന്നത്. അതിങ്ങനെ കയറി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നോണ്ടിരിക്കുക. മലബാർ ഭാഗത്തുള്ള ബംഗാളികളുടെ വണ്ടി കേട്ടോ. കച്ചറ വണ്ടിയാ, കണ്ടാലേ അറിയാം. ദൈവമേ, എന്തോ വണ്ടിയാ ഇത്? ഇതാ വിവേകിന്റെ ബാക്കി എന്തോന്നല്ലോ. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാട്ടോ. ഇതിന് വിവേക് എക്സ്പ്രസ് എന്ന പേരും ഉണ്ട് കേട്ടോ. സന്ദ്രാഗച്ചി മംഗലാപുരം വിവേക് എക്സ്പ്രസ്. ഈ വണ്ടി ഉണ്ടോ, ഇത് തൂത്തുക്കുടി നിന്ന് മേട്ടുപ്പാളയം പോകുന്ന ആഴ്ചയിൽ 2 ദിവസം മാത്രമുള്ളൊരു വണ്ടിയാട്ടോ. ഈ റേറ്റ് ഷെയറിംഗ് ഒന്നുമല്ല, ഒറ്റ വണ്ടിയാ തൂത്തുക്കുടി നിന്ന് മേട്ടുപ്പാളയം പോകുന്നത്. ഇത് 2-3 AC-യും ബാക്കിയുള്ള സ്ലീപ്പറും ഉള്ളൊരു സാധാരണ വണ്ടിയാട്ടോ. തൂത്തുക്കുടി നിന്ന് മേട്ടുപ്പാളയത്തേക്ക് വണ്ടിയാണ്. ഞാൻ ഇപ്പോഴാണ് അറിയില്ല ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്ന്. ഞാൻ ആദ്യം ഈ രക്തിസാഗറിന് കയറി എറണാകുളം പോകാന്ന് വിചാരിച്ചേ. പിന്നെ ഇതിൻ്റെ ചാർട്ടൊക്കെ നോക്കിയപ്പോൾ സ്ലീപ്പറൊക്കെ അങ്ങ് ഫുള്ളാണ്. ഈ സ്ലീപ്പറാണ്, ഫുള്ളാണ് വണ്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ശബരിക്ക് പോകാൻ തീരുമാനിച്ചത്. ട്രിവാൻഡ്രം ശബരി എക്സ്പ്രസ്. നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ വണ്ടി ഇപ്പോൾ വരും. വണ്ടി പക്ക ഓൺ ടൈമാണ്. ഓൺ ടൈമിന് എറണാകുളം എത്തിയാൽ മതി. നമ്മുടെ ശബരി എക്സ്പ്രസ് വന്നു. ആരക്കോണത്തിന് ഒരു WP4 ലോക്കുവാണ്. തിരുപ്പതി, സെക്കന്ദരാബാദ്, തിരുവനന്തപുരം. ഞാൻ പോകുന്നത് ഇതിന്റെ 3rd AC-ക്കാണ്. B1 ആണ് എൻ്റെ കോച്ച്. ഭാഗ്യത്തിന് മുന്നിലാണ് കോച്ച്. 2005 ഉണ്ടാക്കിയ ഒരു പഴഞ്ചൻ കോച്ചാ കേട്ടോ. ഫുള്ള് അയ്യപ്പന്മാരാ, ഫുള്ള് AC-ക്കകത്തും എല്ലാത്തിലും അയ്യപ്പന്മാരാ. ഒരു തകരപ്പാട്ട പോലത്തെ ഒരു കോച്ചാണ് എനിക്ക് കിട്ടിയത്. നോക്ക് എന്തോന്നിത്, ദൈവമേ. ഈ വണ്ടിക്ക് ഏത് കാലത്ത് LSB ആകുമോ എന്തോ. കോച്ചുണ്ട് ഒരുമാതിരി 1980 ഓടിക്കൊണ്ടുള്ള AC കോച്ച് പോലുണ്ട്. ഇതാണ് എൻ്റെ വെർത്ത്, അപ്പർ വെർത്ത്. മൊത്തം അയ്യപ്പന്മാരാ, ഫുള്ള് അവരാട്ടോ. കോയമ്പത്തൂർ വരുമ്പോൾ ഈ ശബരി കറക്റ്റ് ടൈമാണ്. കേരളത്തിൽ കയറുമ്പോഴേ ലേറ്റ് ആവുന്നത്. വണ്ടിക്കകത്ത് ഫുള്ളാളാ കേട്ടോ. എല്ലാവരും ഈ ഒരു കോച്ചിൽ കുറേ RAC ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇപ്പോൾ താഴെ 2 ആൾക്കാർ, ഒരാണും ഒരു പെണ്ണും. അവർ ഹിന്ദിക്കാരാന്ന് തോന്നുന്നു. അവർ വന്നിട്ട് അതിൽ ഒരാളുടെ ടിക്കറ്റ് ഉള്ളു കൺഫേം. ഒരാളുടെ ടിക്കറ്റ് വെയിറ്റ് ലിസ്റ്റാണ്. എന്നിട്ട് ആ പുള്ളി പറയും ഞാൻ ഈ പുള്ളിക്കാരുടെ കൂടാതെ. അപ്പം TT പറഞ്ഞു ഇറങ്ങി പൊക്കോളം മര്യാദയ്ക്ക്. പുള്ളി തമിഴിനാണ്. പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഒരാൾക്ക് ടിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമെന്ന് ചോദിച്ചു. പറഞ്ഞ എന്തൊക്കെയോ പറഞ്ഞ് ഫയറായി. അയാളുടെ അടുത്ത് വന്ന് ഫയറായി. ഇത്രയ്ക്ക് ബോധമില്ലാത്ത ആൾക്കാരും പണ്ട് കാര്യമില്ല. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ലേ, പിന്നെ എന്തുവാ, എന്തോ പറയാനാ. മണ്ടത്തരം പറയുന്നതിന് പരിധിയില്ലേ. ഇവരെല്ലാം ഭക്ഷണം ഇവര് കയറുന്നിടത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടേ പാക്കറ്റിലായിട്ട് പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ. ഇത് രസമാണ് കേട്ടോ. എല്ലാവരും അവിടെ ഉള്ള ആൾക്കാരാ. നമ്മുടെ മലയാളികൾ ആരും ഇല്ല ഈ വണ്ടിയിൽ, ഫുള്ള് അവിടെ ഉള്ളവരാ. പക്ക ഓൺ ടൈം നമ്മൾ പാലക്കാട് എത്തി കേട്ടോ. ഇതെല്ലാം പക്ക ഓൺ ടൈം എല്ലായിടത്തും. പക്ഷേ പാലക്കാട് കഴിയാട്ട് ഇന്നലെ മിന്നാന്ന് എല്ലാം ഈ വണ്ടി എറണാകുളം എത്തിയ 40-45 മിനിറ്റ് ലേറ്റ് ആയിട്ടാ. നമ്മളെ മംഗലാപുരം വന്ദേ ഭാരത് ഓവർടേക്ക് അടിക്കും.
അതൊന്നെങ്കിൽ ഇവിടെ ഷൊർണൂർ മറ്റേ ഭാരതപ്പുഴ വെച്ചായിരിക്കും. അതുകൊണ്ട് അന്ന് വണ്ടി ഇവിടെ ചവിട്ടാൻ പോകാൻ തോന്നുന്നു. ഭാരതപ്പുഴ എത്താറായി. ഒന്നെങ്കിൽ ഇവിടെ ഒതുക്കിയിട്ട് അത് മറ്റേ കൂടെ കയറിപ്പോവും, അല്ലെങ്കിൽ വടക്കാഞ്ചേരി അവിടെ വെച്ച് ഒട്ടയടിക്കും. എന്തായാലും കയറിപ്പോവും. പാലക്കാടിന്റെ മനോഹരമായ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ മന്ദം മന്ദം നീങ്ങുന്ന ശബരി എക്സ്പ്രസ് ആണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇപ്പം ഇതേപോലെ എവിടെയൊക്കെ റെഡ് സിഗ്നൽ കിടക്കുകയാണെങ്കിൽ മീൻസ് ഈ സ്റ്റേഷൻ്റെ ഔട്ടറിൽ അവിടെയൊക്കെ അപ്പോൾ ലോകോപറ്റി ഇങ്ങനെ പയ്യെ കൊണ്ടുപോകും. കാരണം അടുത്തെത്തുമ്പോഴാണ് സിഗ്നൽ വീണാലേ വെറുതെ ചവിട്ടണല്ലോ, അപ്പോൾ പുള്ളി ഇങ്ങനെ പയ്യെ കൊണ്ടുപോകും. വീടില്ലെങ്കിൽ അവിടെ കൊണ്ട് ചവിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ പയ്യെ പോകും. കാരണം ദൂരെ നിന്ന് സിഗ്നൽ കാണാൻ പറ്റുമല്ലോ. ഇപ്പം ഇങ്ങനെ പയ്യെ പോവാം. അവിടെ മിക്കവാറും ദൂരെ സിഗ്നൽ റെഡ് ആയിരിക്കും. ചവിട്ടി അപ്പം ഇനി വന്ദേ ഭാരത് പോയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ധൻബാദ് എക്സ്പ്രസ്, എൻ്റെ ദൈവമേ, ഇതുപോലൊരു വണ്ടി. വന്ദേ ഭാരത് കാരണം ശബരി ലേറ്റ് ആയാലും ഒരു പ്രശ്നമല്ല. വന്ദേ ഭാരത് കാരണം പാലരുവി ലേറ്റ് ആയാലും അയ്യോ ബഹളമാവിന്നെ. വേറെ പല വണ്ടി വന്ദേ ഭാരത് കാരണം ലേറ്റ് ആവുന്നതിന് ഒരു പ്രശ്നമില്ല. പാലരുവി ലേറ്റ് ആയാൽ അയ്യോ പിന്നെ എന്താ തീർന്നു. പിന്നെ വന്ദേ ഭാരതിന് തേപ്പൊക്കെ കിട്ടി. നമ്മൾ ഇവിടത്തെ പുറപ്പെട്ട് ഭാരതപ്പുഴ കിടക്കാൻ പോവാ. ഈ അയ്യപ്പന്മാർ പലയിടത്തായിട്ട് ഇറങ്ങുന്നത്. ഇവർ കുറച്ച് പേര് എനിക്ക് തോന്നുന്നു ഗുരുവായൂർ പോലുള്ള ആൾക്കാരാണ് തോന്നുന്നു. അപ്പോൾ അവർ കുറച്ച് പേർക്ക് ഇവിടെ ഇറങ്ങും, കുറച്ച് പേര് എറണാകുളം ഇറങ്ങും, കോട്ടയം ഇറങ്ങും. അങ്ങനെ സ്പ്ലിറ്റായിട്ട് ഇവർ ഇറങ്ങുന്നത്. അപ്പോൾ വന്ദേ ഭാരത് പിടിച്ച് തേച്ചുകൊണ്ട് ഇവിടെ തൃശ്ശൂർ എത്താൻ വേണ്ടി 17:00. അപ്പോൾ ഇനി മിക്കവാറും എറണാകുളം എത്താൻ ഒരു 12-12:45 വിടേണ്ട ടൈം കഴിഞ്ഞു. നമ്മളിപ്പോൾ ആരും എത്തുന്നുള്ളൂ. അപ്പോൾ എറണാകുളം എത്താൻ വേണ്ടി 12:30 കഴിയും. മുന്നിലൊരു ചെന്നൈയിൽ നിന്ന് കൊല്ലം പോകുന്നൊരു സ്പെഷ്യൽ പോയിട്ടുണ്ട്. അതാണ് ഈ ഇപ്പോൾ ചവിട്ടുന്നത്. എറണാകുളം നോർത്ത് നമ്മൾ എത്താറായി. എറണാകുളം നോർത്ത് മറ്റേ സ്പെഷ്യൽ കിടപ്പുണ്ട്. അതിന് പോയിട്ടേ നമ്മൾ പോകത്തുള്ളൂ അങ്ങോട്ട്. 41 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തുന്നത് നമ്മൾ. എന്തൊക്കെയാണ് ഈ വണ്ടി ഷൊർണൂർ കഴിഞ്ഞാൽ പിന്നെ അതായത് ഭാരതപ്പുഴ കഴിഞ്ഞാൽ പിന്നെ ഉരുട്ടലാണ്. ആ വന്ദേ ഭാരതത്തിൻ്റെ തേപ്പും കിട്ടി. എല്ലാ ദിവസവും ഇത് തന്നെ അവസ്ഥ. നമ്മുടെ യാത്ര എല്ലാം ഇങ്ങനെ നമ്മൾ എറണാകുളം ടൗണിലെത്തി. ഈ വണ്ടിയിൽ മലയാളികൾ നന്നേ കുറവാണ് കേട്ടോ. വളരെ കുറച്ച് മലയാളികൾ മാത്രമേ ഇവിടെ ഒന്ന് ഇറങ്ങിയുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. നമ്മളങ്ങനെ യാത്ര എല്ലാം കഴിഞ്ഞ് പാലാരിവട്ടം എത്തി. ഇപ്പം ചേരൻ സൂപ്പർ ഫാസ്റ്റിലെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത ഒരു യാത്രാ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അടുത്ത എന്തായാലും അപ്ഡേറ്റ് ചെയ്യാൻ കമ്മ്യൂണിറ്റി ടാബിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. നെക്സ്റ്റ് കാണാം. ബൈ.